بسم الله الرحمن സംബന്ധമായി പറയാനുള്ളത് والحامل والمرضع إن أفطرتا خوفا على أولادهما فقط يجب مع القضاء مد لكل يوم. ഗർഭിണിയായ സ്ത്രീയും അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീയും അവർ രണ്ടുപേരും അവരുടെ കുട്ടിയുടെ മേൽ ഭയപ്പെട്ടതിന് വേണ്ടി മാത്രം നോമ്പ് ഖളാ ആക്കിയാൽ നോമ്പ് ഖളാ വീട്ടുന്നതോടുകൂടെ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് വീതം നൽകണം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി അവരുടെ ശരീരത്തിന്റെ മേൽ എന്തെങ്കിലും ആഫത്ത് എന്തെങ്കിലും പ്രയാസം നേരിടുമെന്ന് ഭയപ്പെട്ടിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ മുത്ത് കൊടുക്കേണ്ടതില്ല, ഖളാ കൂട്ടിയാൽ മാത്രം മതി. അവരുടെ ശരീരത്തിന്റെ മേൽ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ഖളാ കൂട്ടുക മാത്രം മതി. അതുപോലെ തന്നെ മറ്റൊരു വിഷയം അത് സംബന്ധമായി പറയാനുള്ളത്, ഈ മുദ്ദ് എങ്ങനെയാണ് നൽകേണ്ടത്? മുദ്ദ് നൽകുക എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായി തൂക്കം എടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. കാരണം പഴയ കാലത്ത് അളവ് പാത്രം മുദ്ദിന്റെ പാത്രത്തിലാണ് അതിലുള്ള ഭക്ഷണപദാർത്ഥം അഥവാ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അരി അത് നൽകാറുള്ളത്. അങ്ങനത്തെ മുദ്ദുൻ നബി എന്ന് പറഞ്ഞിട്ട് പാത്രം ഇപ്പോഴും മുദ്ദ് മാത്രം കിട്ടാനുള്ള ആ പാത്രം അഥവാ അളവ് പാത്രം മേടിച്ചുകൊണ്ട് അതിൽ കണക്കാക്കി നൽകുകയാണെങ്കിൽ കറക്റ്റായി കിട്ടും. അതല്ലെങ്കിൽ അരിയുടെ ഭാരത്തിനനുസരിച്ച് 600 മുതൽ 750 ഏകദേശം 3/4 കിലോ വരെ വ്യത്യാസം വരാറുണ്ട്. കാരണം അരിയുടെ തൂക്കത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ. ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാലക്കാടൻ മട്ടൻ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കനമുള്ള അരിയാണ്. അപ്പൊ കനമുള്ള അരിയാകുമ്പോ തൂക്കം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3/4 കിലോ വരെ വരാം. തീരെ കനമില്ലാത്തതാണെങ്കിൽ 600 ഗ്രാമും ഉണ്ടാവാം. അപ്പോ അതിൽ സൂക്ഷ്മത പുലർത്താൻ ഏറ്റവും നല്ലത് ഈ അളവ് പാത്രം മുദ്ദ് പാത്രം വാങ്ങിയിട്ട് അതിൽ ഒരു നോമ്പനിക്ക് ഒരു പാത്രം അരി നൽകലാണ്. അപ്പൊ കനമില്ലാത്ത അരിയാണെങ്കിൽ ആ പാത്രം ഫുള്ളായിട്ട് അരി നിറയാൻ 600-650 ഗ്രാം മതിയാവും. നല്ല കനമുള്ള അരിയാണെങ്കിൽ 750 ഗ്രാം വരെ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ആ പാത്രം കിട്ടുകയാണെങ്കിൽ കറക്റ്റ് അളവ് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ ഒരു 700-750 വരെ നല്ല ഭാരമുള്ള അരിയാണെങ്കിൽ ഒരു മുദ്ദ് വരുന്നതാണ് എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നു. അപ്പൊ മുദ്ദ് പാത്രമൊക്കെ വളരെയധികം കിട്ടാനുണ്ട്, ലഭ്യത കൂടുതലുള്ള വസ്തുവാണ് മുദ്ദ് പാത്രം. അപ്പൊ അതൊന്ന് മേടിച്ച് ഈ സാധാ പ്ലാസ്റ്റിക്കിന്റെ ഇനത്തിൽ തന്നെ മുദ്ദ് പാത്രം വരുന്നുണ്ട്, മുദ്ദുൻ നബി. ആ മുദ്ദുൻ നബി മേടിച്ചുകൊണ്ട് അളന്നു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഒരു നോമ്പനിക്ക് 1 വീതമാണ് നൽകേണ്ടത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഗർഭിണിയായ സ്ത്രീയും മുലയൂട്ടുന്നവളും അവരുടെ കുട്ടികളുടെ മേൽ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാലാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന്റെ മേൽ ഭയപ്പെട്ടുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടതില്ല. മുദ്ദ് കൊടുക്കുന്നതോടുകൂടെ തന്നെ നോമ്പ് ഖളാ വീട്ടുകയും വേണം. ചിലര് മുദ്ദ് മാത്രം കൊടുത്ത് ഒഴിവാക്കാൻ നോക്കലുണ്ട്. അതൊരിക്കലും ശരിയല്ല. ആ നോമ്പ് ഖളാ വീട്ടും വേണം. കുട്ടിയുടെ മേൽ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കിയതാണെങ്കിൽ ഓരോ നോമ്പനിക്ക് ഓരോ മുദ്ദ് നേരത്തെ പറഞ്ഞതുപോലെ നൽകുകയും വേണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.